പ്രിയമുള്ളവരെ, കാത്തിരിപ്പിനൊടുവിൽ HSST ഫിസിക്സ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഗസറ്റിൽ ഓൾറെഡി പബ്ലിഷ് ആയിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിൽ, നിശ്ചിത യോഗ്യതയുള്ളവരുടെ പ്രൊഫൈലിൽ ഉടനെ തന്നെ അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കാറ്റഗറി നമ്പർ 507/2024 എന്ന കാറ്റഗറി നമ്പറിലാണ് HSST ഫിസിക്സിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സീനിയർ പോസ്റ്റ് ആണ്. വളരെ വ്യക്തമായി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സീനിയർ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് HSST ഫിസിക്സ് സീനിയർ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സീനിയർ പോസ്റ്റിലേക്ക് വിളിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജൂനിയർ HSST ഫിസിക്സ് ജൂനിയർ പോസ്റ്റിലേക്കാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ജൂനിയർ ആയിട്ട് കയറി കഴിഞ്ഞാൽ ഒരു 6-7 വർഷം എടുക്കും നമുക്ക് സീനിയറായി പ്രൊമോഷൻ കിട്ടാൻ. ഈ പോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഗസറ്റഡ് തസ്തികയിലേക്കാണ് വരുന്നത്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പച്ചമഷിയായിട്ട് നിങ്ങൾക്ക് ആ പോസ്റ്റിൽ ഇരിക്കാൻ സാധിക്കുന്നതാണ്. എന്താണ്? നിങ്ങൾ ഗസറ്റഡ് റാങ്കിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ജൂനിയർ മാത്രമായിരുന്നു, സീനിയർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി എപ്പോഴും വരുന്നതല്ല. ഇത് ശരിയായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്നുള്ള പ്രൊമോഷനും അതുപോലെ പ്രിൻസിപ്പളൊക്കെ ആവാനുള്ള ചാൻസ് വളരെയധികം ഇൻക്രീസ് ചെയ്യാണ്. അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും ഈ പറഞ്ഞ സീനിയർ വേക്കൻസിയിൽ നമ്മൾ കയറുകയാണെങ്കിൽ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, സീനിയർ ആണ്. അപ്പം നമ്മൾ നോർമലി HSSTക്കൊക്കെ പണ്ട് പഠിച്ചതുപോലെയല്ല, വളരെ വിശദമായിട്ട് വളരെ കൃത്യമായിട്ടും ചിട്ടയോടുകൂടിയും സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സാലറി സ്കെയിലുള്ള ഏറ്റവും മികച്ച ഗസറ്റഡ് റാങ്കിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. 55,200 മുതൽ 1,15,000 വരെയുള്ള വലിയൊരു സാലറി സ്കെയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലുള്ളത്. കാറ്റഗറി നമ്പർ ഞാൻ പറഞ്ഞു. I+E പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇൻട്രോഡക്ടറി പ്രൈസ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് ഈ ഇയർ എൻഡോട് കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. നമ്മുടെ കോഴ്സിന്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതോടൊപ്പമുള്ള ഈ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലുമായിട്ട് കാണാൻ സാധിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറുകളിൽ വിളിക്കാം. ഇപ്പോൾ നിലവിലെ ഓഫർ അനുസരിച്ച് HSA ഫിസിക്കൽ സയൻസും ഇതോടൊപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നേടാൻ സാധിക്കുന്നതാണ് HSST ഫിസിക്സിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക്. അപ്പോൾ അക്കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ 2 വേക്കൻസിയാണ് നിലവിലെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നിയമനം വരുമ്പോഴേക്കും തീർച്ചയായിട്ടും വേക്കൻസികൾ ഇൻക്രീസ് ആവും. പിന്നീട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 20 മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 2/1/1984 ശേഷം ജനിച്ചവരായിരിക്കണം. ആ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. 1984 ജനുവരി 2 ശേഷം ജനിച്ചവരായിരിക്കണം. ഒരു വർഷം ഏജ് ഓവറായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വർഷം അവസാനം തന്നെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. ജനറൽ കാറ്റഗറിക്കാണ് ആ ഒരു ഏജ് ലിമിറ്റ്. റിസർവേഷൻ കാറ്റഗറികൾക്ക് അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താണ്? മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, 50% മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം. PG ഉണ്ടായിരിക്കണം, PG ഇൻ ഫിസിക്സ്. അതുകൂടാതെ B.Ed ഉണ്ടായിരിക്കണം. നിങ്ങൾ ആ കൺസേൺഡ് സബ്ജക്റ്റിൽ തന്നെ B.Ed ഉണ്ടായിരിക്കണം. ഇനി കൺസേൺഡ് സബ്ജക്റ്റിൽ B.Ed ഇല്ലാത്തവരുടെ അഭാവത്തിൽ, അങ്ങനെയുള്ളവരില്ലെങ്കിൽ നമ്മൾ മറ്റ് സബ്ജക്റ്റുകളിൽ B.Ed ഉള്ളവരെ പരിഗണിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. PG വേണം, B.Ed വേണം, കൂടാതെ എന്തും വേണം? സെറ്റും വേണം. ഏറ്റവും കുറഞ്ഞത് സെറ്റ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. MSc Ed അതുള്ള ആ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ B.Ed-ൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ഉണ്ടാവണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ദെൻ പേഴ്സൺസ് ഹു ഹാവ് അക്വയർഡ് M.Ed in the concerned subject recognized by any university in Kerala are exempted from B.Ed qualification എന്ന് പറയുന്നുണ്ട്. നോൺ ക്വാളിഫയിങ് ഡിഗ്രികൾക്ക് അഡീഷണൽ മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് റാങ്ക് ലിസ്റ്റിൽ വന്ന ശേഷം മാത്രമാണ് കേട്ടോ ഈ അഡീഷണൽ മാർക്കുകളൊക്കെ വരിക. അതുകൊണ്ട് നിങ്ങൾ ഇതില്ലാത്തവർ ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കുള്ളൂ. അഡീഷണൽ ഡിഗ്രി ഉണ്ട് എന്നുള്ളത് കരുതി റാങ്ക് ലിസ്റ്റിൽ എത്തണമെന്നില്ല. പഠിച്ചെങ്കിൽ മാത്രമേ എത്തുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ എത്തിയാൽ അഡീഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡീഷണൽ മാർക്കുകൾ കിട്ടുന്നതാണ്. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഫിസിക്സിന്റെ വിവിധ ബ്രാഞ്ചുകൾ, അതായത് അപ്ലൈഡ് ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ പഠിച്ച ആളുകൾക്കും കഴിഞ്ഞ തവണ അവർക്കും നിയമനം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് PSC പറഞ്ഞിരിക്കുന്നത്. അതായത് ഫിസിക്സ്, MSc ഫിസിക്സ്, ബേസിക്കലി MSc ഫിസിക്സ് ഉള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ചെന്ന് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ PSC വെബ്സൈറ്റിൽ ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ്. ഓക്കെ, സെറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം അതിൽ കൂടുതൽ ഉള്ള നെറ്റൊക്കെ ഉള്ള ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് 29 29/1/2025, അതായത് ജനുവരി 29 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഉടനെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ നാളെ മറ്റന്നാളിലോട്ടൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇത് ആക്റ്റീവ് ആവുന്നതാണ്. ഈ പറഞ്ഞ നിശ്ചിത ക്വാളിഫിക്കേഷൻ ഉള്ളവർ, അതായത്
ഇത് ഓൾറെഡി സെക്യൂർ ചെയ്തവർ, ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർ, അത് ഓൾറെഡി അക്വയർ ചെയ്ത ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, പഠനം ആരംഭിക്കുക. നമ്മളുടെ പഠനത്തിന് മോട്ടിവേഷൻ ആകാൻ വേണ്ടി ഇത് സീനിയർ പോസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല ഈ സീനിയർ പോസ്റ്റ് എന്നുള്ളത്. ഈ അവസരം നിങ്ങൾ കൈവിടാതിരിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള അവസരമാണ്. I+ നിങ്ങൾക്കൊപ്പമുണ്ട്. അതുൽ സാറും ടീമും ഏറ്റവും മികച്ച കോച്ചിങ്ങുമായിട്ട്, ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നിങ്ങൾക്കൊപ്പമുണ്ട്. നമ്മുടെ കോഴ്സിന്റെ ലിങ്ക് ഇതോടൊപ്പമുണ്ട്. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ, ഫിസിക്സ് റിലേറ്റഡ് പരീക്ഷകളിലൊക്കെ ടോപ്പ് 10 കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും HSST ഫിസിക്സിൽ അത്തരം റാങ്കുകൾ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ I+നൊപ്പം ചേരാം. വളരെ ചെറിയ ഫീസിൽ ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യാം. താഴെ കാണുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുക, ട്രയൽ ക്ലാസ്സുകൾ കാണുക, അല്ലെങ്കിൽ ആ നമ്പറുകളിൽ വിളിച്ചു ചോദിക്കുക കേട്ടോ. അപ്പോൾ പഠനം ആരംഭിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.